ഹായ് നമസ്കാരം. മഞ്ജൂസ് മാത്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 15/18 ഇസ് ഈക്വൽ ടു x/6 ഇസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ y ഇസ് ഈക്വൽ ടു z ഡിവൈഡഡ് ബൈ 30 ആണെങ്കിൽ x പ്ലസ് വൈ പ്ലസ് സെഡിൻ്റെ മൂല്യം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് അതിൻ്റെ മൂല്യം കാണാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എക്സ് കണ്ടുപിടിക്കണം, വൈ കണ്ടുപിടിക്കണം, സെഡ് കണ്ടുപിടിക്കണം ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ തന്നിരിക്കുന്ന കാര്യം എടുത്തെഴുതാം. 15/18 ഡിവൈഡഡ് ബൈ 18 ആയി തന്നെ നമുക്ക് ഇതിനൊന്നുകൂടി ഒന്ന് ചെറുതാക്കി എഴുതാം അല്ലേ. 5ൽ 15 ഡിവൈഡഡ് ബൈ 18 നമുക്ക് കോമൺ ആയിട്ട് പോകുന്നത് 3 പോകും. അപ്പോൾ 3ൽ 15 5 തവണ പോവും, 3ൽ 18 6 തവണ പോകും. അപ്പോൾ ഇതിന് നമുക്ക് 5/6 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ഈക്വൽ ടു x/6 എന്ന് തന്നിട്ടുണ്ട്. അതായത് നമ്മളെടുത്ത് എഴുതുവാണ്, ഇത് ഇസ് ഈക്വൽ ടു x/6 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം രണ്ട് ഭിന്നസംഖ്യകൾ ഈക്വലാണ്. അതിൻ്റെ താഴെ തന്നിരിക്കുന്നത്, അതായത് ഛേദം അഥവാ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സെയിം ആണ്. ഇവിടെ 6 ആണ്, ഇവിടെയും 6 ആണ്. അപ്പോൾ അത് രണ്ട് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അംശങ്ങൾ തമ്മിൽ അഥവാ ന്യൂമറേറ്റർ തമ്മിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 5 ഇസ് ഈക്വൽ ടു എക്സ്, അതായത് എക്സിൻ്റെ വില എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടി. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് നമുക്ക് x/6 ഇസ് ഈക്വൽ ടു 10/y എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടുമെന്നുള്ളത് ചെക്ക് ചെയ്യാം. x/6 ഇസ് ഈക്വൽ ടു 10/y. ഇതിൽ നമുക്ക് എക്സിൻ്റെ വില ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 5 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് നമുക്ക് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിച്ച് ഇംപ്ലൈസ് എക്സിൻ്റെ വില നമ്മൾ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ y എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് എന്താണ്? നമുക്ക് രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്, അത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് നമുക്ക് കിട്ടും? നമുക്ക് നോക്കാം. 5 × y 5y ഇസ് ഈക്വൽ ടു 10 × 6 60. ഇതിൽ നിന്നും വൈയുടെ വാല്യൂ കിട്ടും. y ഇസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. അപ്പോൾ വൈയുടെ വില എന്ന് പറയുന്നത് 12 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ്? സെഡിൻ്റെ വില കാണണം. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? നെക്സ്റ്റ് തന്നിരിക്കുന്നത് 10 ഡിവൈഡഡ് ബൈ y ഇസ് ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ 30 എന്നിവിടെ തന്നിട്ടുണ്ട്. സോ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. കിട്ടിയിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എന്താണ് തന്നിരിക്കുന്നത്? 10 ഡിവൈഡഡ് ബൈ y ഇസ് ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ 30. ഇതിൽ വൈയുടെ വാല്യൂ നമുക്ക് 12 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതെന്തായിട്ട് മാറും? 10 ഡിവൈഡഡ് ബൈ വൈയുടെ വാല്യൂ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇസ് ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ 30. ഇനി നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? 10 × 30 എന്ന് വരും, 300 ഇസ് ഈക്വൽ ടു 12 × സെഡ് 12 സെഡ്. ഇതിൽ നിന്നും സെഡിൻ്റെ വില എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? 300 ഡിവൈഡഡ് ബൈ 12. ഓക്കെ, 300 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടി, വൈയുടെ വില കിട്ടി, സെഡിൻ്റെ വില കിട്ടി. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിൻ്റെ വില കാണാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് 5 പ്ലസ് വൈ 12 പ്ലസ് സെഡ് 25. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 5 × 2 7 5 12, ബാലൻസ് 1 ഉണ്ട്, 2 1 3 1 4, 42 എന്ന ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 2 കാറുകൾ ഒരു പ്രധാന റോഡിൻ്റെ എതിർ സ്ഥലങ്ങളിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ നിന്ന് ആരംഭിക്കുന്നു. ആദ്യത്തെ കാർ 25 കിലോമീറ്റർ ഓടുന്നു, വലത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ ഓടുന്നു, പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും 25 കിലോമീറ്റർ ഓടുകയും പിന്നീട് ദിശ തിരിച്ച് പ്രധാന റോഡിലെത്തുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഒരു ചെറിയ തകരാർ മൂലം
മറ്റേ കാർ പ്രധാന റോഡിലൂടെ 35 കിലോമീറ്റർ മാത്രം ഓടി. ഈ സമയത്ത് 2 കാറുകൾ തമ്മിലുള്ള ദൂരം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നമുക്ക് ചെയ്യാലോ. എന്തൊക്കെയാണ് ആദ്യം തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. എന്താണ് തന്നിരിക്കുന്നത്? 2 കാറുകളുണ്ട്. ഒരു പ്രധാന റോഡിൻ്റെ എതിർ സ്ഥലങ്ങളിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ നിന്ന് ആരംഭിക്കുന്നു. അതായത് 2 കാറുണ്ട്, ഒരു റോഡുണ്ട്. അപ്പോൾ 2 കാറുകൾ ഒരു റോഡിൻ്റെ എതിർ സ്ഥലങ്ങളിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ നിന്ന് ആരംഭിക്കുന്നു. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് 150 കിലോമീറ്റർ ആണ്. ഓക്കെ, 2 കാറുകൾ, ഇത് കാർ 1, ഇവിടെ കാർ 2. ഓക്കെ, ഒന്നാമത്തെ കാർ എ എന്ന് വിളിച്ചു, രണ്ടാമത്തെ കാർ ബി എന്ന് വിളിച്ചു. ഇനി ആദ്യത്തെ കാർ 25 കിലോമീറ്റർ ഓടുകയാണ്. അപ്പോൾ ആദ്യത്തെ കാർ 25 കിലോമീറ്റർ ഓടുകയാണ്. ആദ്യത്തെ കാർ ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ ഇത്രയാണെന്ന് വിചാരിക്കുന്നു. 25 കിലോമീറ്റർ ഓടി. ഇനി നെക്സ്റ്റ് വലത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ ഓടുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോയ ആൾ വലത്തോട്ട് തിരിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടത്തേക്കായിരിക്കും വരിക അല്ലേ. 15 കിലോമീറ്റർ ഓടുന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും 25 കിലോമീറ്റർ ഓടുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്ന കാറ് ഇനി എങ്ങോട്ടാണ്? വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 25 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ 25 കിലോമീറ്റർ ഓടി. അതിനുശേഷം പിന്നീട് ദിശ തിരിച്ച് പ്രധാന റോഡിലെത്തുകയും ചെയ്യുന്നു. അങ്ങനെ ദിശ തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പ്രധാന റോഡിലോട്ട് എത്താനായിട്ട് ഇനി ഇങ്ങോട്ടല്ലേ പോകേണ്ടത്. ഓക്കെ, ഇവിടെ എത്തിയിട്ടോ. ഇനി ഇതിനിടയിൽ ഒരു ചെറിയ തകരാർ മൂലം മറ്റേ കാറ് പ്രധാന റോഡിലൂടെ 35 കിലോമീറ്റർ മാത്രമാണ് ഓടിയത്. അതായത് ഈ കാറ് ഇവിടെ നിന്നും പുറപ്പെട്ടിട്ട് 35 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. 35 കിലോമീറ്റർ. ഈ സമയത്ത് 2 കാറുകൾ തമ്മിലുള്ള ദൂരം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാറ് ഇവിടെ നിന്നു, രണ്ടാമത്തെ കാറ് നിൽക്കുന്നത് ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസാണ് നമുക്ക് കാണേണ്ടത്. ഇതാണ് അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കാണാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം ഓരോ ഡിസ്റ്റൻസും ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്കറിയാം ടോട്ടൽ എത്രയാണ്? 150 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് 25. വീണ്ടും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതേ സെയിം ഡിസ്റ്റൻസ് ആണ് ഇവിടെ. അപ്പോൾ എത്ര? ഇവിടെ 25 ആയി, ഇവിടെ 25 ആയി, ടോട്ടൽ 50 ആയി. ഇനി കാർ ബി 35 കിലോമീറ്റർ ഇവിടം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? 50 പ്ലസ് 35, അപ്പോൾ 85. ഓക്കെ, 85 കിലോമീറ്റർ ഈ 2 കാറും കൂടിയിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് ടോട്ടൽ 150 ആണ്. അതിൽ നിന്നും ഈ 85 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 150ൽ നിന്നും 85 മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്യുമ്പോൾ 5, 6, 65 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ വരച്ചു. ആദ്യം 25 കിലോമീറ്റർ ഓടി, അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞിട്ട് 15 കിലോമീറ്റർ ഓടുന്നുണ്ട്. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് 25 കിലോമീറ്റർ ഓടി. പിന്നീട് ദിശ തിരിച്ചിട്ട് പ്രധാന റോഡിലെത്തിയിട്ടുണ്ട്. അതിനുശേഷം എന്താണ്? സെക്കൻഡ് കാറ് 35 കിലോമീറ്റർ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായതിനെ തുടർന്ന് 35 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. അതിനുശേഷം ഈ 2 കാറുകളും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്? ടോട്ടൽ ഇവ സഞ്ചരിച്ച ദൂരം എത്രയാണോ അത് കണ്ടെത്തിയിട്ട് ആകെ ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? 150 തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഇവർ ടോട്ടൽ സഞ്ചരിച്ച ദൂരം മൈനസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇവർക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് 65 ആണെന്ന് കിട്ടി. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.